ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി തന്നെ അരി കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തെ അരിയും തേങ്ങയും ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ല ദോശ അങ്ങ് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻകറി ബാക്കിയുണ്ട്. മീൻകറിയും ദോശയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ മീൻകറി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നീർദോശ. കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് മീനുകൾക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ടൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതുങ്ങളെ മാറ്റിയിടണം. ഇപ്പോൾ കൊച്ചിൻ്റെ മുടി ഇച്ചിരി മുറിക്കാമെന്ന് വിചാരിച്ചു. കണ്ണിൽ വീണോന്നുണ്ടായിരുന്നു. അപ്പോൾ പുറകിലത്തെ മുടിയെ വിരിക്കാൻ അവൾ സമ്മതിച്ചില്ല, മുമ്പിൽ മാത്രം മുറിച്ചു കേട്ടോ. അപ്പോൾ കൊച്ചിനെ ഇന്ന് നഴ്സറിയിൽ വിട്ടിട്ടില്ല, ഭയങ്കര ജലദോഷമായതുകൊണ്ട്. പിന്നെ അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് വിടാത്തെ. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ, നിൽക്കുന്നേയില്ല. കുട്ടികളെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തുടങ്ങിയ മഴയാണ്. കൊച്ചിന് നല്ല ജലദോഷം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. രാത്രിയിലൊന്നും ഞാനും ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കൊച്ചിനെ ഇച്ചിരി ഉറക്കിയിട്ട് ഞാനും കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല കേട്ടോ, കൊച്ചിനെ മാത്രം ഉറക്കി. അപ്പോൾ ബീൻസൊക്കെ മുറിച്ച് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടോ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുട്ടികൾ വീട്ടിലോട്ട് കയറിയതും ദേണ്ടേ പിന്നെയും മഴ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ മീൻകറി ബാക്കിയുണ്ടേ. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് മെഴുക്കുവരട്ടിയും മീൻകറിയും കൂട്ടി ഞാനും കൊച്ചും കൂടെ ചോറുണ്ടു. മൂത്ത കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവർക്കും കുറച്ച് ജലദോഷത്തിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ഞാൻ കുറച്ച് കഷായം ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, അയ്യോ കൊച്ചിന് നേസൽ ഡ്രോപ്സ് ഇല്ലല്ലോ എന്ന്. പിന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി പോയി. പകലൊന്നും ഓർമ്മ വരികയില്ല, വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം രാത്രിയാണല്ലോ ഈ ശ്വാസമുട്ടലൊക്കെ തുടങ്ങുന്നത്. മെഡിക്കലിൽ പോയിട്ട് വന്നപ്പോൾ ദേണ്ട മഴ, കുട കൊണ്ടാവാൻ മറന്നുപോയി. പിന്നെ മോൻ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നാളെ കാണാം.